ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ഈശോയുടെ ജനനത്തെപ്പറ്റി ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അറിയിക്കുകയാണ്. തീർത്തും അറിയപ്പെടാതിരുന്ന ഒരു ഗ്രാമം നസറത്ത്, ഒരു തരത്തിലും സവിശേഷമായിട്ടൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പാവം യഹൂദ കന്യക. എന്തെങ്കിലും സവിശേഷമായിട്ട് വംശാവലിയിലോ പട്ടണത്തിൻ്റെ പ്രാമുഖ്യത്തിലോ കുടുംബമഹിമയിലോ ഒന്നും ഏറെ പ്രത്യേകത ഉള്ളതായിട്ടൊന്നും പറയാനില്ലാത്ത മറിയത്തിന് മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ദൈവകൃപ നിറഞ്ഞവളാണ് നീ എന്ന് പറയുമ്പോൾ മറിയത്തിനെല്ലാമായി. മറിയം സർവസമ്പന്നയായി. ദൈവത്തിൻ്റെ കൃപ വരുത്തുന്ന മാറ്റങ്ങളാണ് നാം ഇന്ന് ഒന്നാമതായി ചിന്തിക്കുക. ദൈവം നിന്നോടുകൂടെ എന്ന് ഒരാൾക്ക് കിട്ടുന്ന ആ വലിയ വിശേഷണം, അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് വലിയ ഉത്തരവാദിത്വം അവൾക്ക് മാലാഖ കൽപ്പിച്ചരുളുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന മറിയത്തെയാണ് നമ്മൾ കാണുക. ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലരെ മറിയത്തിൻ്റെ ഒരു സംശയമാണോ അത് എന്നുള്ള ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. തീർത്തും അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്കാണ് മാലാഖയുടെ മംഗളവാർത്ത മറിയത്തെ നയിക്കുന്നത്. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് ഒന്നും അറിഞ്ഞുകൂടാ. ഭർത്താവിൻ്റെ അവസ്ഥ, കുഞ്ഞിൻ്റെ അവസ്ഥ, ഇതിനെപ്പറ്റിയൊക്കെ വലിയ അരക്ഷിതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മറിയം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഹൗ ടു പ്രൊസീഡ്? ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അത് ദൈവത്തിലുള്ള ആശ്രയത്വത്തിലുള്ള കുറവല്ല, ദൈവമെല്ലാം പരിപാലിക്കുമെന്നുള്ളതിലൊരു സംശയമല്ല. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് മറിയം ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വന്നാൽ, ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലെ ചില ദിശാസന്ധികളിൽ, ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ മറിയത്തെപ്പോലെ ഇപ്രകാരം പറയാൻ സാധിച്ചാൽ മതി: ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് സ്ഥിരമായിട്ട് പറയാൻ സാധിച്ചാൽ മതി. കാരണം കർത്താവിൻ്റെ കൃപ നിന്നെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം നിനക്കുണ്ടാകും എന്നുള്ള ആ ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ മാത്രം മതി. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധ അമ്മയിൽ കാണുന്ന ആ വിശ്വാസത്തിൻ്റെ ആഴമാണ്. ഡെൻമാർക്കിലെ തത്വചിന്തകനായ സോറൻ കീർക്കഗാഡ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കീർക്കഗാഡിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ് ലീപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ചാട്ടം. ഒന്നും വ്യക്തമായിട്ടല്ലാത്ത അവസരത്തിൽ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന സാഹചര്യത്തിൽ നമ്മളെടുക്കുന്ന ഒരു ചാട്ടമാണ് വിശ്വാസത്തിലുള്ള ഒരു വലിയ ചാട്ടം. പിതാവിൻ്റെ ബലിഷ്ഠമായ കരങ്ങളിലേക്കാണ് നമ്മൾ വന്ന് വീഴുന്നത്. ആ കരങ്ങൾ വിശ്വസ്തമായ കരങ്ങളാണ്. അപ്പോൾ ഇതാണ് മറിയത്തിൻ്റെ വലിയ മഹത്വം. പലപ്പോഴും ഒന്നും മനസ്സിലാകാതിരുന്നപ്പോഴും യുക്തിപരമായിട്ട് കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമ്പോഴും എൻ്റെ പിതാവ് വിശ്വസ്തനാണ്, അവിടുന്ന് സർവശക്തനാണ്, ആ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് മനുഷ്യാവതാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ്. ഒന്നും ദൈവത്തിന് അസാധ്യമല്ല എന്നുള്ള വലിയ വസ്തുത. സക്രിയയ്ക്ക് പറ്റിയത് എന്താണ് അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം? സക്രിയ ഒരു തരത്തിൽ പറഞ്ഞാൽ
ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവത്തിന് നടത്താൻ പറ്റും എന്നുള്ളതിനൊരു പ്രൂഫ്, ഒരു തെളിവ് ചോദിക്കുന്നതാണ് സക്രിയയെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമായി മാറിയത്. എന്നാൽ മറിയത്തിൻ്റെ ആ ആഴമായ വിശ്വാസം വിശ്വാസികൾ കണ്ട് പഠിക്കേണ്ടതാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക മറിയത്തിൻ്റെ ആ പ്രത്യുത്തരത്തെക്കുറിച്ച് തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമാണ് മറിയത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പിനെ പറ്റി, മറിയത്തിൻ്റെ ആ ഒരു ഉത്തരം നൽകലിനെ പറ്റി പറയുക. God does not call the equipped, but God equips those who are called. എല്ലാം തികഞ്ഞവരെ അല്ല ദൈവം വിളിക്കുന്നത്, പക്ഷെ ദൈവം വിളിക്കുന്നവർക്കെല്ലാം തികച്ചു കൊടുക്കും. മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇതാണല്ലോ നമ്മൾ കാണുക. അവളുടെ ജീവിതത്തിൽ കർത്താവ് വിളിച്ചതുകൊണ്ടാണ് മറിയം തിരഞ്ഞെടുക്കപ്പെട്ടവളായത്. മറിയത്തിൻ്റെ യോഗ്യത അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിയത്തിൻ്റെ മംഗളവാർത്ത ഒരു വിളിയാണ്. ആ വിളി നമുക്കും ഓരോ ദിവസവും ദൈവം തരുന്ന വിളി തന്നെയാണ്. യേശുവിന് ഇന്ന് അവതീർണനാകാൻ, യേശുവിന് ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ ജനിക്കാൻ ഒരു മംഗളവാർത്തയുമായി മാലാഖ കടന്നു വരുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൽ. പക്ഷെ അത് വാർത്തയുടെ പര്യവസാനം ചിലപ്പോഴത്ര മംഗളായിരിക്കണമെന്നില്ല. യേശുവിനെ ഈ ലോകത്തിൽ അവതീർണനാക്കാൻ നിനക്കേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്, സഹനങ്ങളുണ്ട്. പക്ഷെ അവസാനമെല്ലാം മംഗളമായി ഭവിക്കും എന്നുള്ളൊരു ഉറപ്പാണ് കർത്താവ് തരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. സവിശേഷമായിട്ടൊന്നുമില്ലാതിരുന്ന മറിയത്തിന് ദൈവകൃപ വന്നപ്പോൾ എല്ലാം ആയി. അവൾ സർവഗുണസമ്പന്നയായി. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നോർക്കുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളല്ല. അവിടെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാനായിട്ട് വിശ്വാസത്തിൻ്റെ ഒരു വലിയ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആവശ്യമാണ്. കണ്ണുമടച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ നിനക്ക് ഈശോ ഇന്നൊരു മംഗളവാർത്ത നൽകുന്നുണ്ട്. യേശുവിനെ ഈ ലോകത്തിൽ അവതീർണനാക്കാൻ, കൊടുക്കാൻ നിനക്ക് ഒരു വിളി ദൈവം നൽകുന്നു. നമുക്ക് ഈ ക്രിസ്മസിന് ഏറ്റവും നല്ല രീതിയിൽ ഈ തിരുവചനം വായിച്ച് ഒരുങ്ങാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.